പ്രഭാതഭേരി. അത് ആന വരത്തു പോക്കൂ. പേടിച്ചു പോയി. ചെരുപ്പ് തീർച്ചാന്നോ? പേടിച്ചു പോയി. ആ നീയാണോ ഇപ്പൊ അങ്ങോട്ട് ഓടിപ്പോയി? ഞാനാണോ ഓടിയേ? അല്ല നീ കടയിൽ കയറാതെ ഓടിപ്പോയത്? എനിക്ക് ആഗ്രഹമില്ല. ഞാൻ ഈ കാലം അവിടെ നിക്കണ്ടേ. ഞാൻ പിന്നെ അവിടെ കൊണ്ടിട്ട് തിരിച്ചോണ്ട് വരുവാ. പതിവ് പോലെ ഇന്നും ബാലെ പൊളിഞ്ഞു. അതെന്തോ ചോദ്യം അണ്ണാ. ഒരാളെ നമുക്ക് എങ്ങനെ വേണേലും കൊല്ലാം, പക്ഷെ അഭിനയം വലിയ പാടാ കേട്ടോ. ഈ അമ്പലത്തിലോട്ടെ ഇവിടുന്ന് എന്തോണ്ട് ദൂരം? ഇവിടുന്ന് 10-12 കിലോമീറ്റർ ഉണ്ട്. 5 മിനിറ്റ് എടുത്തോളൂ ഞാൻ ഇവിടെ വരാൻ. എടാ അശോകന്റെ മോൻ എന്തിയടാ? അവൻ എന്റെ പാത പിന്തുടർന്ന് വരുന്നുണ്ട്. അണ്ണന്റെ കാല്, അണ്ണന്റെ കാല്, അണ്ണന്റെ കാല്, അണ്ണന്റെ കാല്, അണ്ണന്റെ മുടിഞ്ഞ കാല്. അയ്യോ എടാ നീ നല്ല പാർട്ടിയാ. നീ എവിടെ പോയി കിടക്കുമായിരുന്നു? എന്റെ പൊന്നണ്ണ, നിങ്ങൾ പരിപാടി കഴിഞ്ഞാൽ നിങ്ങൾ ഓടിയില്ലയോ? കമ്മിറ്റിക്കാരൻ ഒരുത്തം വന്ന് എന്റെ തോളിൽ ഇങ്ങനെ കൈയിട്ടിട്ട് എടാ അശോകന്റെ മോനെന്ന്. അങ്ങനെ തന്നെ ആണോ വിളി? അങ്ങനെ തന്നെ എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ആ രാജാവായിട്ട് ചെയ്തവ എന്തിയാടാന്ന് പറഞ്ഞു. എന്താ എനിക്കറിയാം വാക്കില്ല കിട്ടാനാന്ന്. ഞാൻ അപ്പോഴേ അവിടുന്ന് ഓടി. എന്റെ ഓടി വരുന്ന വഴിക്കുണ്ടല്ലോ നമ്മുടെ ബാലയുടെ പോസ്റ്ററൊക്കെ മതിൽ ഒട്ടിച്ചു വെച്ചിട്ടില്ലയോ? ഉണ്ടായിരുന്നു. ഈ കണത്തിലുള്ള കമ്പ് കൊണ്ട് കമ്മിറ്റിക്കാർ അതിനകത്തിട്ട് അടിക്കുന്ന പോസ്റ്ററല്ലോ. ഓ അതൊന്ന് പിഴച്ചു. എനിക്കറിയാമോ. അമ്പാണ് അതിന്റെ കയ്യിലിരിക്കുന്നേ. ബില്ലെന്തിയേ? ഓടുന്ന ഇടയ്ക്ക് ഞാൻ ബില്ല് കൊണ്ട് ഓടാൻ പറ്റുമോ? ഈ അമ്പ് മേടിച്ചെന്റെ ബില്ലെന്തിയെന്ന് നീ അതിന്റെ ഇടയ്ക്ക് അത് ചോദിക്കാൻ നിൽക്കുക. എടാ എന്റെ കയ്യിൽ നിന്നല്ലേ പൈസ പോന്നേ.